ഹായ് കുട്ടികളെ, നമസ്കാരം. ഇന്നലെ നമ്മൾ എന്തൊക്കെ ചെയ്തു? നേരത്തെ ഒപ്പിക്കാൻ അപ്പൂപ്പൻ്റെ കഥ കേട്ടു. പിന്നെയോ അവസാനം ടീച്ചർ ഒരു ചിത്രം വരച്ചു തന്നിരുന്നു. എന്തായിരുന്നു ചിത്രം? റാ കൊണ്ടൊരു കിളീനെ വരച്ചൂലേ? എല്ലാവരും വരച്ചോ നോട്ട്ബുക്കിൽ? ടീച്ചർ ഇന്നലെ പറഞ്ഞല്ലോ, ചിത്രം വരയ്ക്കണ ബുക്കിൽ എല്ലാവരും ഒരു പേജ് നിറയെ വരക്കണം എന്ന് പറഞ്ഞു. കുറേ കുട്ടികൾ ടീച്ചർക്ക് അയച്ചു തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി അയച്ചു തരണേ. കിളീനെ വരച്ച് പല നിറങ്ങളും കൊടുക്കണം. അപ്പോൾ റാ എന്നുള്ള അക്ഷരം നിങ്ങൾ എഴുതി നോക്കിയിരുന്നോ? ഉണ്ടോ? എഴുതി നോക്കിയവരൊന്ന് കൈപോക്കൂ. കുറച്ച് കുട്ടികളൊക്കെ എഴുതി നോക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒന്നുകൂടെ നമ്മുടെ ബോർഡിൽ റാ എന്ന് എഴുതാൻ പോവാണ് കേട്ടോ. നോക്കിക്കേ, ടീച്ചർ ഇവിടെ റാ എന്ന് എഴുതണ്ടേ? നോക്കൂ. ഒന്ന് വായിച്ചേ. റാ അല്ലേ? റാ കൊണ്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ട് വോയിസ് ആയിട്ട് അയക്കണമെന്ന് കുറേ പേര് ടീച്ചർക്ക് അയച്ചു തന്നിട്ടുണ്ട് അല്ലേ? ആ വാക്കുകളൊന്ന് പറഞ്ഞേ, ടീച്ചറുടെ ബോർഡിലൊന്ന് എഴുതാം. പറയൂ. പറ. ടീച്ചർ എഴുതാൻ പോവാട്ടോ. നോക്കിക്കോ. പറ. അടുത്ത വാക്ക് പറയൂ. തറ. വെരി ഗുഡ്. തറ. മൂന്നാമത്തെ വാക്ക് പറയൂ. ആരാ പറയാ? ശരി, പറവ അല്ലേ? പറവ. ഇനിയോ? ഇനി റാ കൊണ്ട് വാക്കുകൾ അറിയോ നിങ്ങൾക്ക്? ഒന്ന് പറഞ്ഞേ. എന്താണ്? കേൾക്കണില്ല ടീച്ചർക്ക്. ശരിക്ക് പറയൂ. എന്താണ്? പാറ. ശരി, നല്ല കുട്ടികളാണ് കേട്ടോ. അല്ലേ? വാക്കുകൾ അറിയുമല്ലോ. പാറ. ഇനിയോ? ഒരൊറ്റ വാക്ക് കൂടെ പറയണം. എന്താണ്? എന്താണ്? മറ. ടീച്ചർ എഴുതാൻ പോവാണ് കേട്ടോ. മറ. അപ്പം എത്ര വാക്കുകളായി നോക്ക്. 5 വാക്കുകൾ എഴുതി ടീച്ചർ ഉണ്ട് അല്ലേ? കുട്ടികളൊരു കാര്യം ചെയ്യണം. ടീച്ചർ എഴുതിയ വാക്കുകൾ അമ്മമാരെ കൂട്ടിയൊന്ന് വായിക്കണം. വായിച്ചിട്ട് നിങ്ങളുടെ മലയാളത്തിലൊരു നോട്ട്ബുക്ക് ഉണ്ട്. ആ നോട്ട്ബുക്കിൽ വെറുതെ ഒന്ന് എഴുതുക കേട്ടോ. എഴുതിയിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? എഴുതി കഴിഞ്ഞാൽ റാ നിങ്ങൾക്ക് അറിയുമോ എന്ന് ടീച്ചർക്കൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ വാക്കുകളിലെ റാകൾക്കൊക്കെ വട്ടമിടണം. എങ്ങനെ വട്ടമിടുക? റാ, അതിലെ റാക്ക് ടീച്ചർ വട്ടമിട്ടു. ഇനിയോ? തറയിലെ റാക്കും ടീച്ചർ വട്ടമിടാൻ പോവാണ്. ഇതുപോലെ എല്ലാ വാക്കിലെയും റാക്ക് നിങ്ങൾ വട്ടമിടണം. വട്ടമിട്ടിട്ട് ആകെ എത്ര റാ നമ്മളിവിടെ എഴുതി ഒന്ന് നോക്കണം. എന്നിട്ട് ടീച്ചർക്ക് അയച്ചു തരില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊപ്പിക്കാരൻ അപ്പൂപ്പൻ്റെ കഥ ഒന്നുകൂടെ ഓർക്കാം. എന്താ സംഭവിച്ചത്? ടീച്ചർ ഒന്ന് ചുരുക്കി പറയാം. അപ്പൂപ്പൻ തൊപ്പിയുമായി പോകുകയായിരുന്നു. എങ്ങനെ പോവുക? തൊപ്പിയുടെ കൂടെ തലയിൽ വെച്ചിട്ട് തൊപ്പി വേണോ തൊപ്പി എന്ന് പറഞ്ഞ് പോകുമ്പോൾ ക്ഷീണം കൊണ്ട് അപ്പൂപ്പൻ ഉറങ്ങിപ്പോയ സമയത്ത് അപ്പൂപ്പൻ്റെ തൊപ്പികളെല്ലാം കുരങ്ങന്മാർ വന്ന് കൈക്കലാക്കി. എണീറ്റ് നോക്കുമ്പോൾ കുട്ടയിൽ ഒരു തൊപ്പി പോലും ഇല്ല. പക്ഷേ നമ്മുടെ അപ്പൂപ്പൻ ബുദ്ധിശാലിയായിരുന്നു. അപ്പൂപ്പൻ എന്ത് ചെയ്തു? അപ്പൂപ്പൻ്റെ തലയിലുള്ള തൊപ്പിയെടുത്ത് ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. അപ്പോൾ കുരങ്ങന്മാരെല്ലാവരും എന്ത് ചെയ്തു? അവരുടെ തൊപ്പിയും ഫുള്ള് വലിച്ചെറിഞ്ഞു. അങ്ങനെ എന്താ ഉണ്ടായത്? കുരങ്ങന്മാർ വലിച്ചെറിഞ്ഞ തൊപ്പികളൊക്കെ അപ്പൂപ്പൻ വേഗം പെറുക്കിയെടുത്ത് കുട്ടയിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൂപ്പൻ ആ കുട്ടയും തലയിൽ വെച്ച് പിന്നെ നടക്കാൻ തുടങ്ങി. കാട്ടിലൂടെയാണ് നടക്കണത് കേട്ടോ. കാട്ടിൽ നിന്നല്ലേ കുരങ്ങന്മാർ അപ്പൂപ്പൻ്റെ തൊപ്പി മോഷ്ടിച്ചത്. അങ്ങനെ തൊപ്പികളെല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ തൊപ്പിക്കാരൻ അപ്പൂപ്പൻ വീണ്ടും കൂടെയും എടുത്ത് അങ്ങനെ നടക്കാൻ തുടങ്ങി. തൊപ്പി വേണോ തൊപ്പി. ആ സമയത്തുണ്ടല്ലോ ആ കാട്ടിൽ നിന്നും ഒരുപാട് ശബ്ദങ്ങൾ കേട്ടു. ആരുടെയൊക്കെ ശബ്ദമായിരിക്കും കേട്ടിട്ടുണ്ടാവുക? നിങ്ങൾക്കറിയോ? ഒന്ന് പറഞ്ഞേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരുടെയൊക്കെ ശബ്ദമായിരിക്കും കേട്ടിട്ടുണ്ടാവുക? ഒന്ന് പറഞ്ഞേ. എന്നാലേ കിട്ടിയില്ലേ? ആരുടെ ശബ്ദമാണ് കേട്ടത്? കാക്കയുടെ ശബ്ദം കേട്ടു അല്ലേ? പിന്നെയോ? പൂച്ചയുടെ ശബ്ദം കേട്ടോ? ഒരു കാട്ടുപൂച്ച ഉണ്ടായിരുന്നു ആ കാട്ടിൽ. പൂച്ചയുടെ ശബ്ദം കേട്ടു. പിന്നെയോ? കുയിലിൻ്റെ ശബ്ദം കേട്ടോ? കുയിലിൻ്റെ ശബ്ദം കേട്ടു അല്ലേ? അങ്ങനെ പലതരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം അപ്പൂപ്പൻ കേട്ടു.
നമുക്കൊരു കാര്യം ചെയ്താലോ? അപ്പൂപ്പൻ നടന്നു പോകുമ്പോൾ ശബ്ദം കേട്ട ജീവികളുടെ പേരുകളൊന്ന് ഓർത്ത് നോക്കൂ. എന്നിട്ട് അമ്മമാർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ? എന്നിട്ട് എന്ത് വേണറിയോ? അവരുടെ ശബ്ദം നിങ്ങളൊന്ന് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കുക? കാക്കയുടെ ശബ്ദം ഒന്ന് ഉണ്ടാക്കിയ എല്ലാവരും. ആ, കാ കാ ശബ്ദം മാത്രം ഉണ്ടാക്കിയാൽ പോരാ. അതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടണം. എല്ലാ കുട്ടികളും ഒറ്റയ്ക്ക് പാടണം. ഓക്കെ. കാക്കയുടെ ശബ്ദം നമുക്കറിയാം. കാ കാ. എങ്ങനെ പാടുകയെന്നറിയോ? കാക്കേ ഞാൻ നിന്നെ പോലെ കരയാൻ കേട്ടോ കാ കാ കാ. ഇനി പൂച്ചയുടെ ശബ്ദം നിങ്ങൾക്കറിയാലോ. പൂച്ചയുടെ ശബ്ദം എങ്ങനെ പാടുക? പൂച്ചയെ ഞാൻ നിന്നെ പോലെ കരയാൻ കേട്ടോ മ്യാവ് മ്യാവ് മ്യാവ്. ഇതുപോലെ എല്ലാ ജീവികളുടെയും ശബ്ദം വെച്ചിട്ടൊന്ന് പാട്ട് പാടി നോക്കൂ. ആദ്യം നിങ്ങൾ അമ്മമാർക്ക് പാടിക്കൊടുക്കുക. അതിനുശേഷം എല്ലാ കുട്ടികളും 5 ജീവികളുടെ ശബ്ദം ഓർത്ത് ഇതുപോലെ പാടണം. എങ്ങനെ പാടുക? കാക്കേ ഞാൻ നിന്നെ പോലെ കരയാൻ കേട്ടോ കാ കാ കാ. കുയിലേ ഞാൻ നിന്നെ പോലെ കരയാൻ കേട്ടോ കൂ കൂ കൂ. എന്നിട്ട് എന്ത് വേണമെന്നറിയോ? 5 ജീവികളുടെ ശബ്ദം നിങ്ങൾ അനുകരിച്ച് ഇങ്ങനെ പാട്ടാക്കി ടീച്ചർക്ക് അയച്ചു തരണം. വോയിസ് ആയിട്ട് അയച്ചു തരണം. അയച്ചു തരില്ലേ? ഇന്ന് തന്നെ അയച്ചു തരണം കേട്ടോ. ഈ കഥയുടെ ബാക്കി നമുക്ക് നാളെ പറയാം. ബൈ.